ഇന്ന് മോൾക്ക് സ്പെഷ്യലായിട്ടേ ചില്ലി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയായിട്ടാണ് ഒഴിച്ചത്. പക്ഷേ വെളിച്ചെണ്ണയേക്കാളും നല്ലത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ അതിലേക്ക് സവോള ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പിട്ടാൽ മതി. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കാരണം നമ്മൾ സോസ് ആഡ് ചെയ്യണതാണ്. എനിക്കൊരു അബദ്ധം പറ്റി. ഒന്ന് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് തക്കാളിയും അതുപോലെ ഒരു പച്ചമുളകും ഇട്ടു കേട്ടോ. നന്നായി ഒന്ന് വഴന്ന് ആ തക്കാളിയൊക്കെ ഒന്ന് വേവണം. ആ സമയത്ത് നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടോ. ഞാനിതിൽ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. സോസാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്. പിന്നെ അതെ, ഞാൻ ലേശം ഉപ്പ് ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത്, ആദ്യം ഇട്ട് കൊടുത്തില്ല. കാരണം ഈ സോസൊക്കെ ആഡ് ചെയ്യുന്ന കാരണം നമുക്കറിയില്ലല്ലോ. ഞാൻ ഇത് തയ്യാറാക്കുന്നത് ഫ്രിഡ്ജിലൊരു 4 ചപ്പാത്തി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാനാണ്. ഫ്രിഡ്ജിൽ വെച്ച ചപ്പാത്തി ആട്ടോ നല്ലത്. അതിങ്ങനെ കനം കുറച്ചിങ്ങനെ അരിഞ്ഞു. അപ്പോൾ അത് ഏകദേശം നമ്മുടെ ക്യാപ്സിക്കം വഴന്ന് വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതങ്ങോട്ട് മൊരിച്ചെടുക്കണം കേട്ടോ. നല്ല സ്മെല്ലാട്ടോ, നല്ല സ്മെല്ലുണ്ട്. പിന്നെ മുട്ടയുള്ള ഐറ്റം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൊരിയണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ സോസ് ഒഴിച്ചു കൊടുത്തു. ടൊമാറ്റോ സോസ് 1 സ്പൂൺ, സോയ സോസ് 1 സ്പൂൺ, പിന്നെ നമ്മുടെ ചില്ലി സോസ് 1 സ്പൂൺ. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ സ്വന്തം കനം കുറച്ച് അരിച്ച് വെച്ചിരിക്കുന്ന അരിഞ്ഞ് വെച്ച നമ്മുടെ ചപ്പാത്തി ഉണ്ടല്ലോ, അത് അതിലേക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് എടുക്കാൻ പറയുന്നത്, അപ്പോൾ ഇത്തിരി ഹാർഡാവുമല്ലോ. സോഫ്റ്റ് ചപ്പാത്തി ഇതിന് വേണ്ട. അതാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ചപ്പാത്തി എടുക്കാൻ പറഞ്ഞത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് അങ്ങോട്ട് കഴിക്കുക. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി തൂവിയിട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ മല്ലിയിലയും പുതിനയിലയൊക്കെ ലാസ്റ്റ് ഒന്ന് ആക്കുമ്പോൾ. അപ്പോൾ അതേ ഞാൻ ചപ്പാത്തി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വിടർത്തി മിക്സ് ചെയ്യണേ, അല്ലെങ്കിൽ ഇതിങ്ങനെ കട്ട പിടിച്ച് കിടക്കും. വിടർത്തി ചെല്ലുമ്പോഴാണ് ഈ ചപ്പാത്തിയുടെ എല്ലാ സ്ഥലത്തേക്കും അത് എത്തുള്ളൂ. ആ മസാല എത്തി കൂടുതൽ ടേസ്റ്റ് ആവുള്ളൂ. കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുത്തു. അങ്ങനെ നമ്മുടെ സ്വന്തം ചില്ലി ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് മൂടി വയ്ക്കുക. ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തോളൂ, എന്നാലും ഒന്ന് മൂടി വെച്ചോളൂ. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. ചെറു ചൂട്ടോട് കൂടിയേ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതങ്ങോട്ട് വായിൽ വെച്ചപ്പോഴല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട്. ബാക്കിയുള്ള ചപ്പാത്തിയൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടെങ്കിലേ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. സ്നാക്സ് കുട്ടികൾക്ക് സൂപ്പറാണ്.